ഒരു റിലേഷൻ ഇവിടെ പറഞ്ഞു വെച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടാണ് ശരിക്കും എന്റെ അണ്ണ എല്ലാ സമൂഹത്തിന്റെ തലയിൽ ഇടണ്ട. ഇപ്പൊ നമ്മൾ ഒരാളായിട്ട് കമ്മിറ്റഡ് ആണ് വെച്ചാൽ നമ്മൾ പാലിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന് പറയുന്ന പേരാണ് വിശ്വാസം. അത് തെറ്റിക്കുമ്പോഴാണ് വിശ്വാസം വഞ്ചന ചെയ്തു പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു കല്യാണം നിശ്ചയം ഉറപ്പിച്ചിട്ട് അപ്പുറത്തെ വീടുത്തെ പെണ്ണുമായിട്ട് പോയിട്ട് ഏത് നേരം കെട്ടിപ്പിടിക്കലും കൈ പിടിക്കലും വർത്താനമാണെങ്കിൽ ഇവൻ നാട്ടുകാർക്കല്ല, എനിക്ക് തന്നെ തോന്നും ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ എന്റെ പേരൻസിന് തോന്നും. എല്ലാ നാട്ടുകാരുടെ തലയിലൊന്നും ഇടണ്ട. ജാസ്മിന് ബുദ്ധിമുട്ടായിട്ട് വന്നത്. ഇപ്പോൾ ആ റിലേഷൻ്റെ അവസ്ഥ എന്താണ്? ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? ആ കാഴ്ചപ്പാടിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നല്ല കേട്ടോ, ഒരു പയ്യനോട് ഇഷ്ടം തോന്നുന്നു, അതിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഞാൻ ആകുന്ന ഒരു തെറ്റുണ്ട്. പിന്നെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നിശ്ചയം ഒന്നും കഴിഞ്ഞിട്ടില്ല, മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ല. പെണ്ണ് കാണലിന് വന്നിരുന്നു, നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് കഴിയുമ്പോൾ നമുക്ക് ഏതാന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്യാം എന്നുള്ളത്. അല്ലാതെ ഒരു നിശ്ചയമോ ഒരു മോതിരം മാറൽ ചടങ്ങോ അങ്ങനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളത് പറഞ്ഞു വെച്ചിരുന്ന ഒരു പയ്യൻ ഇരിക്കെ തന്നെ നമുക്കൊരു ഷോയിൽ പോകുമ്പോൾ ഒരു പയ്യനോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അത് സമൂഹത്തിന്റെ കണ്ടല്ലോ. ഇപ്പം ഞാനായിരുന്നു ഒരു തേർഡ് പേഴ്സൺ, ഞാനൊരു വേറൊരു പെൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ കാണുന്നെങ്കിൽ എൻ്റെ കണ്ണിലും ഉറപ്പായും ആ പെൺകുട്ടി തെറ്റുകാരി തന്നെയാണ്. ഒരിക്കലും അത് ന്യായീകരിക്കുന്നില്ല. പക്ഷേ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ സിറ്റുവേഷൻസ് എന്നെ എനിക്കറിയില്ല, എൻ്റെ അവിടുത്തെ സാഹചര്യം എന്നെ ആ ഒരു ഇതിലോട്ട് കൊണ്ടെത്തിക്കായിരുന്നു. ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്നുള്ളതൊരു സത്യമായിപ്പോയി. ഇപ്പോൾ ആ റിലേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആ റിലേഷൻഷിപ്പിന് നടക്കും. എന്റെ അണ്ണ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നിങ്ങൾ നാളെ സീരിയൽ ഉണ്ടാക്കാൻ പോകണ്ട. വെറുതെ അല്ലേ ഈ മീഡിയക്കാരെ തന്തയ്ക്ക് വിളിക്കുന്ന നാട്ടുകാർ. എന്തൊക്കെ അറിയാം നോക്കും. ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇങ്ങനെ കുത്തി ചോദിക്കുകയാണ്. ഇല്ല, കാരണം ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്ത് ഇത്രയും പ്രൊജക്റ്റ് ചെയ്യാൻ കൂടെ ചെയ്യുന്നുണ്ട്, ബാക്കി കാണിക്കുന്നില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, ആ ഷോ പല രീതിയിലാണ് എന്നെ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ഷോയെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവരെനിക്ക് ഡെയിലി വേജസ് തരുമ്പോഴും നമ്മൾ അതിനകത്തിരുന്ന് അറിയുന്നില്ലല്ലോ ബ്രോ. അപ്പം എന്താ, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കില്ലല്ലോ, പോട്ടെ, സാരമില്ല. അപ്പോൾ ആ ഷോ പ്രൊജക്റ്റ് ചെയ്തിട്ടും ആ പുള്ളി കുറേ എനിക്ക് വേണ്ടി നിന്നു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ കുറേ ആൾക്കാരുടെ മാനിപ്പുലേഷൻ കാരണം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ച് പോയ ആൾക്കാരാണ് കേട്ടോ, ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ തന്നെ അവരുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ കുറച്ച് മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് പല രീതിയിൽ, അത് ഈ വ്യക്തിയെന്ന് മാത്രമല്ല എൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ അവർ ഒരുപാട് തരത്തിൽ അവർ ഉപയോഗിച്ചു. ഈ പയ്യനെ ഇപ്പം തന്നെ ഒരുപാട് രീതിയിൽ അവർ യൂസ് ചെയ്തു. കുറേ സാധനങ്ങൾ ഇവർ പുറത്ത് വിടുകയും ഇതാക്കിയൊക്കെ ചെയ്യുമ്പോൾ വയൽക്കാട് വന്നപ്പോൾ പോലും ഇങ്ങനെ വോയിസ് വിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തിന്. ഓൾറെഡി ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട്, ആ ഷോ എന്താണെന്ന് നമുക്കറിയില്ല. അതിനകത്ത് പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാൻ തിരിച്ചു വരും. ഈവൻ ഞാനിപ്പോൾ ഇത്രയും ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ കാല് പിടിച്ചു വരെ എനിക്ക് സോറി പറയാനോ, അല്ലെങ്കിൽ കാരണം കാണുന്ന ആൾക്ക് ജാസ്മിൻ എന്നെ മനസ്സിലായിട്ട് ആള് ചെയ്യുന്നത് തെറ്റാണ്. ആള് പറഞ്ഞു ഞാൻ കാല് പിടിച്ച് സോറി പറയാന്നൊക്കെ പറഞ്ഞത് തവണ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ കാലത്ത് ഈ ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്കപ്പ് വരുന്ന പല ആൾക്കാർ ആലോചിക്കുന്നത് സൂയിസൈഡിനെ പറ്റിയിട്ടാണ്. ഞാനിങ്ങനെ കൂടുതൽ എടുത്തു പറയുന്നല്ല, ഫാക്ട് ആണ് ഇത്. പലരും അങ്ങനെ പറ്റി ആലോചിക്കുന്നത്. ഇവൻ അതിൽ കൂടെ കടന്നുപോയ ഒരാളെ എനിക്ക് വരെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും അയാൾ ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആരാ കുറ്റം ഏറ്റെടുക്കും? ജാസ്മിൻ ഏറ്റെടുക്കും. ജാസ്മിൻ 3 മാസം കഴിഞ്ഞ് വന്ന് കൈയും കാലും പിടിച്ചിട്ട് പല കാര്യമുണ്ട്. ഇപ്പൊ ഒരാൾ ചിരിച്ചു കളിച്ച് നിൽക്കേണ്ടി പറഞ്ഞാൽ അയാളുടെ മെന്റൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മെന്റലി വീക്ക് ആയിരിക്കും, ചിലപ്പോൾ മെന്റലി സ്ട്രോങ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിൽ പറയില്ലേ, എന്താണ് മറ്റേ ഫാസ്റ്റ് പീപ്പിൾ ഡൈ ഡൂയിങ് ദീസ് തിങ്സ്. അപ്പൊ അത് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ നമ്മൾ എത്രത്തോളം ക്ഷമിച്ചാലും നമ്മുടെ മനസ്സിൽ നിന്ന് അതുപോലെ നമ്മൾ വലിയ കാര്യത്തിൽ പറയുന്നത് ടു ഫോർഗീവ് ഈസ് ഡിവൈൻ ആൻഡ് ടു ഫോർഗെറ്റ് ഈസ് ഹ്യൂമൻ എന്ന്. നമ്മളൊന്ന് മനസ്സിൽ എത്ര ആയാലും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കണം. പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് വേണം. നമുക്കൊരാളുണ്ട് ഇവിടെ, അൻസിബ ചോദിച്ച ക്വസ്റ്റ്യൻ ഭയങ്കര വാലിഡ് ആണ്. ഇവിടെ ഉറപ്പായും ഇത് തെറ്റ് തന്നെയല്ലേ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതിനൊക്കെ ഞാൻ തയ്യാറായിരുന്നു, അല്ലെങ്കിൽ എന്താണെങ്കിലും ഞാൻ അതിന് തയ്യാറായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളിവർ വലിച്ചീറാൻ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഇത്രയ്ക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല ബ്രോ. ഞാൻ എനിക്ക് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എന്നെ സാഹചര്യം കൊണ്ടെത്തിച്ചു, അല്ലെങ്കിൽ എനിക്കതിനൊരു ഡെഫിനിഷൻ ഇല്ല എന്നുള്ളത് ഒരു സത്യവും അവിടുത്തെ കുറേ പ്രാന്തുമാണ്. അത് ഇവരെ കാണുന്ന രീതിയിൽ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നുള്ളതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്തത് ഈവൻ പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്തു വിടുക, അല്ലെങ്കിൽ ഈ ജാസ്മിൻ ആദ്യം മനസ്സിലാക്കാത്തതാണോ എന്താന്ന് എനിക്കറിയില്ല. ബിഗ് ബോസ് ഒരു റിയൽ ലൈഫ് അല്ല.
നമ്മൾ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിന് ഒരു സ്ഥലത്തേക്ക് പോയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ അതൊന്നും നമ്മളെ റിയൽ ലൈഫിൽ കാണിക്കണതല്ല അവിടെ കാണിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കോമ്പോസ് പല സീസണിൽ ഉള്ളതാണ്. കണ്ടന്റ് ക്രിയേഷൻ പറയുന്ന സാധനം ഈ റൊമാൻസ് ഈ ട്രാക്ക് പിടിക്കൽ മാത്രമല്ല. ഇപ്പൊ അഖിൽമാരാര് വൺ ഓഫ് ദ ബ്രില്യന്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇന്റലിജന്റ് പ്ലെയർ പറയാം. കാരണം അയാൾ എന്റർടൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്, അയാളെ ബുദ്ധി വെച്ച് കളിക്കേണ്ട അവിടെ കളിച്ചിട്ടുണ്ട്, മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ട്, എല്ലാം കളിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടന്റ് കൊടുക്കുക. ഇപ്പൊ റോബിൻ കൊടുത്ത പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുള്ള രീതിയിൽ കണ്ടന്റ് കൊടുക്കുക. ഈ റൊമാൻസ് പറയുന്ന സാധനം പറയുമ്പോൾ നമ്മുടെ ലൈഫിനെ അത് ബാധിക്കുന്നുള്ളത് ആലോചിക്കണം. പുറത്ത് നമുക്കൊരു ലൈഫുള്ള കാര്യം ആലോചിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പച്ച നുണ വിളിച്ച് പറയുക, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു. ഇതിനകത്ത് എൻ്റെ വാപ്പ റീ എൻട്രി ചെയ്തപ്പോഴാണ് ഈ പുള്ളിയുടെ വേറൊരു വീഡിയോ പിന്നെ സെക്കൻഡ് ആയിട്ട് വരുന്നതെന്ന് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ല, കുറെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ. അപ്പം ഇതിനകത്ത് കയറാൻ നേരത്തെ എൻ്റെ അത്ത ഇവരോട് ചോദിക്കുന്നുണ്ട്. പുള്ളി എനിക്ക് വാങ്ങുന്ന ഒരു ടെഡി ബിയർ ആണ് കേട്ടോ എന്നെ തന്നുവിട്ടെ. അപ്പോൾ ഈ ടെഡി ബിയറിനകത്ത് നിന്റെ പേര് പറയണോ, നിന്റെ പേര് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിയാണ് പറയുക. സോ ബേസിക്കലി ഈ ടോപ്പിക് ജാസ്മിൻ ഇനിയുള്ളത് ജാസ്മിന്റെ പേഴ്സണൽ ലൈഫാണ്. സോ ആൾ എന്തോ ചെയ്യട്ടെ, ആളുടെ ഇഷ്ടം. നമ്മൾ ഇത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഷോയിലെ കണ്ടസ്റ്റന്റ് എന്നുള്ള ജാസ്മിനെ മാത്രമാണ്. പേഴ്സണൽ ലൈഫിൽ ആരെ കല്യാണം കഴിക്കുക, ആരൊപ്പം ജീവിക്കുക, അതൊക്കെ ജാസ്മിന്റെ ഇഷ്ടമാണ്. സോ വിഷിംഗ് ഹെർ ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഈ സാധനം ഇതോടുകൂടി ഇവിടെ നിർത്താം. ദയവീതി ഓൺലൈൻ ചാനൽസ് ഇനിയെങ്കിലും അവരെ ജീവിക്കാൻ വിടുക. കഴിഞ്ഞു, ബിഗ് ബോസ് കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോസ് എടുത്ത് കണ്ടന്റ് തരുന്നതുകൊണ്ട് പലരും അത് ഇരുന്ന് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നത്. സോ അവർക്ക് പറയേണ്ടതല്ല അവർ പറഞ്ഞു. ദയവീതി ഇനി ആ കൊച്ചിനെ വെറുതെ വിടാം. ലെറ്റ് ഹർ ലീവ് ഹെർ ലൈഫ് അറ്റ് പീസ്.